ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയതും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ. വളരെ യൂസ്ഫുള്ളായ 5 ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2.5 സെൻറ്റിമീറ്റർ വീതിയുള്ള വേറൊരു പീസ് കളർ തുണിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കളറിലുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 പീസും ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ഒന്ന് നിവർത്തി കൊടുക്കാം. തുണി ഇതുപോലെ നിവർത്തിയതിന് ശേഷം 2 സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശത്തുനിന്ന് തുണി മടക്കി കണ്ടോ, ആ തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുണി ഒരേ അളവിൽ മടക്കിയതിന് ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും കിട്ടുക. ചീത്ത വശവും നല്ല വശവും വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മടക്കി നമുക്ക് നെക്കിൻ്റെ ഭാഗത്തോ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്തോ വെച്ച് കൊടുക്കാവുന്നതാണ്. നെക്കിൻ്റെ പോർഷനിലാണ് വെക്കുന്നതെങ്കിൽ സെൻട്രലായിട്ട് പാശി വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് 2 കളർ പീസ് തുണി വെച്ച് പൈപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കളർ പീസ് തുണിയാണ്. ഞാനിവിടെ 2 കളറിലും തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീതിയും നീളവും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്ത് വേണം വെച്ച് കൊടുക്കാൻ. ചീത്ത വശത്ത് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം തുണിയുടെ നല്ല വശത്തേക്ക് ആദ്യത്തെ പീസ് എടുത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് അകത്ത് പോകത്തക്ക വിധത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ചീത്തവശം ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തുനിന്ന് തുണി മടക്കി കണ്ടോ, ഇതുപോലെ മടക്കിയ ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയ തുണിയുടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വശവും ചീത്ത വശവും വളരെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലെല്ലാം കെട്ടുവെക്കുമല്ലോ, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് 1 ഇഞ്ച് വീതിയിൽ തുണിയെടുത്ത് ഇതുപോലെ 2 ആക്കി മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൂചിയും നൂല് കോർത്തെടുക്കുക. എന്നിട്ട് നൂലിൻ്റെ ഒരറ്റം കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി കോർത്തെടുത്ത് ഇതുപോലെ നൂല് തുണിയുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് തുണി 2 ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നൂലിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ ആ ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റുക. ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ നൂലിൽ പിടിച്ച് പതുക്കെ പതുക്കെ വലിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇതുപോലെ പതുക്കെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നാട കിട്ടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കണ്ടോ, വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടീഷർട്ടിൻ്റെ സ്ലീവിലെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. ആദ്യം തുണിയുടെ നല്ല വശത്ത് നിന്നും ഇതുപോലെ മടക്കി പിന്നെ ചീത്ത വശത്ത് നിന്നും അങ്ങോട്ട് മടക്കിയതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
തുണിയുടെ ചീത്ത വശത്തിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. കണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കട്ടിങ് എല്ലാം വരുന്ന സമയത്ത് വേറൊരു പീസ് തുണി വെച്ച് വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 ഇഞ്ച് വീതിയിൽ തുണി എടുത്ത് ഇതുപോലെ 2 വശവും മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 2 ആക്കി മടക്കി, കണ്ടോ, ഇതുപോലെ 2 ആക്കി മടക്കി കൊടുത്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗം നോക്കി 1/2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, കണ്ടോ, ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ആ പീസിനെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി തുണിയുടെ അടിവശത്തെ പീസും അതുപോലെ മുകളിലത്തെ പീസും ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ കോർണർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കൂടുതലായിട്ട് നിൽക്കുന്ന തുണിയുണ്ടെങ്കിലും കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗത്തു നിന്നും തുണി ഇതുപോലെ എടുക്കുക. കണ്ടോ, ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ കോർണർ വരുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തിയ ശേഷം വീണ്ടും തുണി തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടോ, നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക്